ഇവൻ്റെയൊക്കെ ഒടുക്കത്തെ ഉറക്കമാണ്. ഉറങ്ങുമ്പോൾ പോലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇവനൊക്കെ ഉറക്കത്തിൽ മൂട്ട കടിച്ച് ചാവണം. ആരോടാ സൂത്ര ദേഷ്യം? ആ ഉറക്കക്കാരൻ കരടിയെ തനിക്കറിയില്ലേ? അവൻ്റെ കാര്യമാണോ ഞാൻ പറഞ്ഞത്. മൂപ്പര് ഗുഹയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഞാൻ അതിലെ പാട്ടുപാടി ഒന്ന് നടന്നു. അതിനാ കുംഭകർണൻ എന്നെ പറയാത്ത ചീത്തയില്ല. അതുവഴി പാട്ടുപാടി നടന്നാൽ ഉറങ്ങാൻ പറ്റില്ലെന്ന് അവൻ. ഗുഹയിലേക്ക് പോകാൻ എളുപ്പവഴി അതിലെയാണെന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ അവൻ പറയാ, അവൻ ഉറങ്ങുന്ന സമയത്ത് എളുപ്പവഴി പോകണ്ട, വളഞ്ഞ വഴി പോയാൽ മതിയെന്ന്. ആഹാ, എന്നാ പിന്നെ നമ്മളും വിട്ടുകൊടുക്കരുത് സൂത്ര. നമുക്ക് അത് തന്നെ ചെയ്യണം. ഏത്? നമുക്ക് വളഞ്ഞ വഴി പോകാം. അത് ശരി. ഞാൻ കരുതി താൻ അവനെ ഒതുക്കാൻ വഴി പറയുമെന്ന്. എന്താടോ താൻ ഡയലോഗൊന്നും പറയാത്തത്? ഞാൻ ചിന്തിക്കുക. എടോ, താൻ പറഞ്ഞതുപോലെ നമ്മളൊരു വളഞ്ഞ വഴിക്ക് പോകുന്നു. ശരിക്കും വളഞ്ഞു പുളഞ്ഞ ഒരു വഴി. അവൻ്റെ ഉറക്കം നമുക്കിന്ന് തീർക്കണം. സൂത്രം റെഡിയാ. ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു കൊച്ചു കല്ല്, കുറച്ച് വള്ളി, ഒരു പഴം, 4-5 എലികൾ, ഒരു കൂർത്ത കമ്പ്, ഒരു കുലം മാങ്ങ, പിന്നെ ഒരു പലക, ഒരു വലിയ പാത്രം വെള്ളം, പിന്നെ കുറച്ച് വള്ളി. മതി. ഒന്നും മനസ്സിലായില്ല സൂത്ര. അതാണ് പറഞ്ഞത് വളഞ്ഞ വഴിയെന്ന്. വാ, കാണിച്ചു തരാം. സംഭവം റെഡി. ഇപ്പോഴും ഒന്നും മനസ്സിലായില്ല സൂത്ര. വിശദീകരിച്ച് തരാം. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇരുന്ന് ഈ കല്ല് ഇതുവഴി ഉരുട്ടി വിടുക. കല്ല് ഉരുട്ട് ചെന്ന് ആ എലിമാളത്തിൽ കയറും. അന്നേരം എലികൾ പുറത്തു ചാടും. അപ്പോഴാണവർ തൊട്ടപ്പുറത്ത് ആ പഴം കാണുന്നത്. ആ കൊതിയന്മാർ വേഗം പഴം കടിച്ചു മുറിക്കും. പഴം മുറിയും, ഒപ്പം വള്ളിയും. ആ വള്ളി കൊണ്ട് വളച്ചു കെട്ടിയ മുള വള്ളി പൊട്ടുമ്പോൾ നിവരും. മുളയുടെ അറ്റത്ത് കെട്ടിയ കൂർത്ത കമ്പ് അപ്പുറത്ത് നിൽക്കുന്ന മാവിലെ മാങ്ങാക്കൊലയിൽ ചെന്ന് തറയ്ക്കും. മാങ്ങ വീഴും. മാങ്ങ വന്ന് വീഴുന്നത് നമ്മൾ പ്രത്യേകം തയ്യാറാക്കി വെച്ച പലകയിലാണ്. പലക ചരിഞ്ഞു വീഴും. പലകയുടെ അറ്റത്തെ വള്ളി വലിയും. വള്ളി വലിയുമ്പോൾ വള്ളിയുടെ അറ്റത്തുള്ള വലിയ പാത്രം ചെരിയും. പാത്രത്തിലെ വെള്ളം താഴെ പ്ലും. അതിനിടെ മാങ്ങകൾ താഴേക്കുരുണ്ട് ഉറക്കക്കാരൻ കരടിയുടെ ഗുഹയുടെ മരവാതിലിൽ ചെന്ന് തട്ടും. മുട്ടുന്ന ഒച്ച കേട്ട് കരടിച്ചാർ വാതിൽ തുറക്കും. അപ്പോഴേക്കും പാത്രത്തിൽ നിന്ന് വീണ വെള്ളം ഒഴുകിയെത്തിയിട്ടുണ്ടാവും. ഉറക്കക്കാരനും ഗുഹയും വെള്ളത്തിൽ. താൻ ഡയലോഗൊന്നും പറയുന്നില്ലല്ലോടെ. ഞാൻ ചിന്തിക്കുകയാ. എനിക്കൊരു സംശയം, ഇതൊക്കെ നടക്കുമോന്ന്. അതെന്താ അങ്ങനെ തോന്നാൻ? ഒരൊറ്റ കാര്യത്തിലാ സംശയം. ഞാൻ ദാ വരുന്നു. ആ സംശയം ഒന്ന് തീർത്തിട്ട് വരാം. ഞാൻ വരണോ? വേണ്ട. ഈ ഷേരു കുളമാക്കുമോ? കൂടെ പോവായിരുന്നു. എടോ, എന്റെ സംശയം തീർന്നു. സംഗതി നടക്കും. തനിക്കത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. മാങ്ങ വാതിലിൽ തട്ടിയാൽ ഉണരുമോ എന്നായിരുന്നു സംശയം. ഉണരും. ഞാൻ നോക്കി. താൻ നോക്കിയെന്നോ? എങ്ങനെ നോക്കി? ഞാൻ ആ മാങ്ങ പറിച്ച് ഗുഹയിലേക്ക് ഉരുട്ടി വിട്ടു നോക്കി. ഓഹോ, അതും നീയായിരുന്നോ? ഉറക്കം കളയാൻ വന്നോളൂ ഓരോ ശല്യങ്ങള്. വിഷമിക്കാതെ സൂത്ര. ആ മാവിൽ അടുത്ത കൊല്ലം വേറെ മാങ്ങയുണ്ടാകും.